ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സെയിൽഫോഴ്സ് മലയാളം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കാണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. സെയിൽഫോഴ്സ് അപ്പെക്സിനകത്തുള്ള കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ചും ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പ് ഒരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് സെയിൽഫോഴ്സ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, അതല്ല നിങ്ങൾക്ക് സെയിൽഫോഴ്സിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങളുടെ കോംപ്രിഹെൻസീവ് ലേണിംഗ് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സെയിൽഫോഴ്സ് അഡ്മിനിസ്ട്രേഷനും അതേപോലെ തന്നെ സെയിൽഫോഴ്സ് ഡെവലപ്മെൻറ്റും ഞങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. സോ വൺസ് അഗെയിൻ, വെൽക്കം ബാക്ക് ടു സെയിൽഫോഴ്സ് മലയാളം. അപ്പോൾ നമുക്ക് സെയിൽഫോഴ്സിനകത്തുള്ള ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ എന്താണ് ഓപ്പറേറ്റേഴ്സ്? ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് സിമ്പിൾസ് ആണ്. ഓക്കെ, അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സെയിൽഫോഴ്സിനകത്തെ വാല്യൂസിനെയും അതുപോലെ തന്നെ വേരിയബിൾസിനെയൊക്കെ ഫംഗ്ഷൻ ചെയ്യിപ്പിക്കാൻ പറ്റും. ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് സെയിൽഫോഴ്സിനകത്ത് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, അഡീഷൻ എന്ന് പറയുമ്പോൾ രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടുക അല്ലെങ്കിൽ രണ്ട് വേരിയബിൾസിൽ തമ്മിൽ ആഡ് ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അതേപോലെ സബ്സ്ട്രാക്ഷൻ എന്ന് പറയുമ്പം ഒരു പെർട്ടിക്കുലർ വേരിയബിളിൽ നിന്നും മറ്റൊരു വേരിയബിൾ വാല്യൂവിനെ നമുക്ക് സബ്സ്ട്രാക്ട് ചെയ്യാം. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഗുണിക്കുക, ഡിവിഷൻ എന്ന് പറയുമ്പോൾ ഹരിക്കുക, മോഡുലസ് എന്ന് പറയുമ്പോൾ അതിന് മോഡ് എടുക്കുക. സോ മോഡുലസിൽ ഇതൊരു കുഴപ്പമുണ്ട്. നോർമലി നമുക്ക് ഇപ്പോൾ ജാവയൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നമുക്കറിയാം, അതിനകത്ത് നമുക്ക് ഡയറക്റ്റ്ലി മോഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിമൈൻഡർ കിട്ടും. പക്ഷേ സെയിൽഫോഴ്സിൽ അങ്ങനെ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് മോഡ് എടുക്കാൻ പറ്റില്ല. അതിന് മറ്റൊരു പ്രൊസീജിയർ ഉണ്ട്. അത് നമ്മളിപ്പോൾ ഇവിടെ കവർ ചെയ്യുന്നില്ല. ഒന്നാമത്തെ റീസൺ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എൻറ്റയർ ടോപ്പിക്സ് ഒരു യൂട്യൂബ് വീഡിയോയ്ക്കകത്ത് കവർ ചെയ്യാൻ സാധിക്കത്തില്ല. സോ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലേണിംഗ് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിനെ പോലെ തന്നെ നമുക്ക് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സും ഉണ്ട്. കമ്പാരിസൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, രണ്ട് വാല്യൂസിനെ തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ രണ്ട് വേരിയബിൾസ് യൂസ് ചെയ്യുന്നു, ആ രണ്ട് വേരിയബിൾസിനും ഒരേ വാല്യൂ ആണെങ്കിൽ നമ്മളതിൽ ട്രൂ എന്ന് റിട്ടേൺ ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പം 5 = 5 എന്നാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് വാല്യൂ നമുക്ക് കാണാം. 5 = 5 എന്ന് പറഞ്ഞാൽ 5 = 5 എന്ന് നമ്മൾ പറയുന്ന പോലെയാണ്. അതായത് നോർമൽ മാത്തമാറ്റിക്സിൽ നമ്മൾ രണ്ട് വാല്യൂസ് തമ്മിൽ ഈക്വൽ ആണെന്ന് കാണാനല്ലേ ഒരു ഇക്വേഷൻസ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഈക്വൽ എന്ന് പറയുന്ന ഒരു സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു ഈക്വൽ ഇട്ട് കഴിഞ്ഞാൽ അതിനെ ജസ്റ്റ് അസൈൻമെൻറ്റ് ആയിട്ടാണ് അപ്പെക്സിൽ അത് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ട് ഈക്വൽസും ആഡ് ചെയ്യണം. അതേപോലെ ഇപ്പം x = 5 എന്ന് നമ്മൾ കൊടുക്കുന്നു, y = 6 എന്ന് കൊടുക്കുന്നു. എന്നിട്ട് x = 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്തായിരിക്കും? ഫോൾസ് എന്നായിരിക്കും. കാരണം എക്സിൻ്റെയും വാല്യൂ ഡിഫറെൻ്റ് ആണ്, അത് ഈക്വൽ അല്ല. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ 5 എന്നും വൈയുടെ വാല്യൂ 5 എന്നും ഇട്ടിട്ട് നമ്മൾ x = 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ട്രൂ എന്ന് റിട്ടേൺ ചെയ്യും. അതേപോലെ തന്നെ നോട്ട് ഈക്വൽ ടു ഉണ്ട്. നോട്ട് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ ഒരു എക്സ്ക്ലമേറ്ററി ആഡ് ചെയ്താൽ മതി. അത് 5 നോട്ട് എക്സ്ക്ലമേറ്ററി = 3 എന്ന് പറഞ്ഞാൽ 5 നോട്ട് ഈക്വൽ ടു 3 എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ പറയുമ്പം 5 നോട്ട് ഈക്വൽ ടു 3 ആയതുകൊണ്ട് തന്നെ അത് ട്രൂ എന്ന് റിട്ടേൺ ചെയ്യും. ഇനി അതല്ല, നിങ്ങളൊരു വേരിയബിൾ ആണ് കൊടുക്കുന്നതെങ്കിൽ ആ വേരിയബിളിൻ്റെ ഈ വാല്യൂസ് ഈക്വൽ അല്ല എങ്കിൽ മാത്രം ട്രൂ എന്നും, ഈക്വൽ ആണെങ്കിൽ അത് ഫോൾസ് എന്ന് റിട്ടേൺ ചെയ്യും. അതാണ് നോട്ട് ഈക്വൽ ടു. അടുത്തത് ഗ്രേറ്റർ ദാൻ. അതായത് ഒരു പെർട്ടിക്കുലർ വാല്യൂ മറ്റൊരു വാല്യൂവിനേക്കാൾ വലുതാണോ അല്ലയോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. 5 > 3 അങ്ങനെയാണെങ്കിൽ 5 3നേക്കാൾ വലുതായതുകൊണ്ട് ട്രൂ എന്ന് റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ അത് ഫോൾസ് എന്ന് റിട്ടേൺ ചെയ്യും. ലെസ് ദാൻ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് ഒരു പെർട്ടിക്കുലർ വാല്യൂ മറ്റൊരു വാല്യൂവിനേക്കാളും ചെറുതാണെങ്കിൽ ട്രൂ എന്ന് റിട്ടേൺ ചെയ്യും. അടുത്തത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ ഈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടുവിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ആ ഒരു നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ വാല്യൂവിനെ അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ x > 3 എന്നാണ് പറയുന്നതെങ്കിൽ നമ്മൾ എക്സിൻ്റെ വാല്യൂ 3 ആണെങ്കിൽ അത് ഫോൾസ് എന്ന് റിട്ടേൺ ചെയ്യത്തുള്ളൂ. കാരണം എക്സ് 3യേക്കാൾ കൂടുതലായിരിക്കണം. അതായത് 4 or 5 6 അങ്ങനെ വരണം, എങ്കിൽ അത് ട്രൂ ആവത്തുള്ളൂ. ഓക്കെ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുവാണെങ്കിൽ അവിടെ ഈക്വൽ ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 3 ആയാലും മതി, 3ക്ക് മേലോട്ടായാലും അത് ട്രൂ എന്ന് റിട്ടേൺ ചെയ്യും. ഇവിടെ നമുക്ക് കാണാം 5 > 5 എന്ന് പറഞ്ഞാൽ 5 ആയാലും കുഴപ്പമില്ല, 5നേക്കാൾ മുകളിലേക്കായാലും അത് ട്രൂ എന്ന് തന്നെ റിട്ടേൺ ചെയ്യും. ഓക്കെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു അതുപോലെ തന്നെയാണ്. അതായത് 3യുടെ വാല്യൂ ഇതുണ്ടല്ലേ, 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, അത് ട്രൂ ആയിരിക്കും. കാര്യം എന്താ? 3 എന്ന് പറയുന്ന വാല്യൂവിനെ അത് അക്സെപ്റ്റ് ചെയ്യും. 3. ഓക്കെ, അപ്പോൾ ഇതാണ് കമ്പാരിസൺ ഓപ്പറേറ്റർ. മറ്റൊന്നാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. എന്താണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആൻഡ്, ഓർ, നോട്ട്. ഇതാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. അതായത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാകും. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും, അതോ രണ്ട് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് രണ്ടോ ഒന്നിൽ രണ്ടോ അതിലധികമോ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാകും. ആ സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം തന്നെ ഒരേപോലെ ട്രൂ എന്ന് റിട്ടേൺ ചെയ്താൽ മാത്രം അത് ട്രൂ എന്ന് റിട്ടേൺ ആവും. ഓക്കെ, ഇനി അതിൽ ഏതെങ്കിലും ഒരു വാല്യൂ ട്രൂ എന്ന് റിട്ടേൺ ആയാൽ, ഏതെങ്കിലും ഒരു വാല്യൂ മാത്രം ശരിയായാൽ തന്നെ എന്താ, അത് എൻറ്റയർ വാല്യൂവിനെ ട്രൂ എന്ന് റിട്ടേൺ ചെയ്യിക്കാനാണ് നമ്മൾ ഓർ എന്ന് പറയുന്ന ലോജിക്കൽ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. മറ്റൊന്നാണ് നോട്ട്. നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ട്രൂ ആണെങ്കിൽ അത് ഫോൾസ് എന്ന് റിട്ടേൺ ചെയ്യും, ഇനി ഫോൾസ് ആണെങ്കിൽ അത് ട്രൂ എന്ന് റിട്ടേൺ ചെയ്യും. അതായത് എന്താണോ ഉള്ളത് അതിൻ്റെ ഓപ്പോസിറ്റ് വാല്യൂവിനെ ഗെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലോജിക്കൽ നോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. അടുത്തത്
അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. അപ്പോൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു വാല്യൂവിനെ അസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. സോ ഈക്വൽ ടു എന്ന് പറയുന്നത് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞേക്കുന്നത് എക്സ് ഈക്വൽ ടു 10 എന്നാണ്. അതിൻ്റെ അർത്ഥം 10 എന്ന് പറയുന്ന വാല്യൂവിനെ നമ്മൾ എക്സ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്തു എന്നാണ്. ഓക്കെ, ഇനി മുതൽ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? 10 എന്നായിരിക്കും. അതുപോലെ മറ്റൊന്നാണ് ആഡ് ആൻഡ് അസൈൻ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഈക്വൽ ടു 5 എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിൻ്റെ വാല്യൂ എന്താണോ അതിനെ 5 കൊണ്ട് കൂട്ടിയതിന് ശേഷം ആ വാല്യൂവിനെ എക്സിൽ തന്നെ അസൈൻ ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം. എക്സ് എന്ന് പറയുന്ന വാല്യൂവിൽ നിന്ന് 3 കുറച്ചതിന് ശേഷം എന്താണോ ആ വാല്യൂ അതിനെ എക്സിലേക്ക് തന്നെ അസൈൻ ചെയ്യുക. മറ്റൊന്ന് എക്സ് ഇൻറ്റു ഈക്വൽ ടു 2 എന്ന് വെച്ചാൽ എക്സിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ആ വാല്യൂവിനെ നമ്മൾ എക്സിലേക്ക് തന്നെ അസൈൻ ചെയ്യുക. അപ്പോൾ ഇത് 2 രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇവിടെ എഴുതിയിട്ടുണ്ട് എക്സ് സ്ലാഷ് ഈക്വൽ ടു, അല്ലെങ്കിൽ നമുക്ക് എഴുതാം എക്സ് ഈക്വൽ ടു എക്സ് സ്ലാഷ് 2. അപ്പോൾ ഈ കൊടുത്തേക്കുന്ന ഏത് 2 ഫോർമാറ്റിലും നമുക്ക് അപ്പെക്സിൽ എന്ത് ചെയ്യാൻ പറ്റും? അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ആഡ് ചെയ്യാൻ പറ്റും. മറ്റൊന്നാണ് ടെർണറി ഓപ്പറേറ്റർ. ടെർണറി ഓപ്പറേറ്റർ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതുപോലത്തെ ഒരു പെർട്ടിക്കുലർ ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ ടെർണറി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ടെർണറി ഇഫ്സ് എന്ന് വിളിക്കും. ഇവിടെ നമ്മൾ ഇഫ് എൽസ് എന്ന് പറയുന്ന കീവേഡ്സ് നമ്മൾ ഉപയോഗിക്കുന്നില്ല. പകരം നമ്മൾ എന്ത് ചെയ്യും? ഒരു കണ്ടീഷൻസ് ആഡ് ചെയ്യും. അതിനുശേഷം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കും. ഓക്കെ, അതിനുശേഷം ഈ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ ട്രൂ ആവുകയാണെങ്കിൽ എന്ത് വാല്യൂ വരണം അത് നമ്മൾ ആദ്യം പ്രൊവൈഡ് ചെയ്യും. അതിനുശേഷം ഒരു കോളൻ കൊടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇത് ഫോൾസ് ആവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അതായത് ഇത് ഫോൾസ് ആവുകയാണെങ്കിൽ എന്ത് വാല്യൂ കാണണം, എന്ത് സംഭവിക്കണം, അത് നമ്മൾ ആ ഒരു രണ്ടാമത്തെ വാല്യൂവിൽ ആഡ് ചെയ്യും. സോ അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ടെർണറി ഇഫിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ അതിന് ഇതാണ് ഇതിൻ്റെ സിൻടാക്സ്. അതായത് എന്താണോ കണ്ടീഷൻ അത് പ്രൊവൈഡ് ചെയ്യാം. അതിനുശേഷം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുക. ഓക്കെ, ഇനി ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുകയാണെങ്കിൽ എന്ത് വാല്യൂ ആണ് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കേണ്ടത് അതിവിടെ കൊടുക്കുക. അതിനുശേഷം ഒരു കോളൻ, ഫുൾ കോളൻ കൊടുക്കുക. ഇനി ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആവുകയാണെങ്കിൽ എന്ത് വാല്യൂ കൊടുക്കണം അതിവിടെ പ്രൊവൈഡ് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. ഇനി എൽസ് കണ്ടീഷൻ ഉണ്ട്. അതായത് എൽസ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഇവിടെ ആയിരിക്കും കൊടുക്കുന്നത് എപ്പോഴും, അല്ലേ? ട്രൂ ആണെങ്കിൽ ഇത് എൽസ്, ഇവിടെ അടുത്ത കണ്ടീഷൻ ആഡ് ചെയ്യുന്നു. അത് ട്രൂ ആണെങ്കിൽ എന്താണോ ആ വാല്യൂ കൊടുക്കുന്നു. പിന്നീട് അതിങ്ങനെ പൊക്കോണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കൊരു കണ്ടീഷൻ എടുക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ഏജ് എന്ന് പറയുന്ന ഒരു വാല്യൂ എടുക്കാം. ഏജ് ഈക്വൽ ടു ഞാനൊരു ചുമ്മാ ഒരു വാല്യൂ എടുക്കാം, 10 എന്ന് കൊടുത്തെന്ന് വിചാരിച്ചു. ശരി, ഇനി ഞാനിവിടെ ഈ കണ്ടീഷൻ അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ എന്താ പറയാൻ പോകുന്നത്? അതായത് ഈ പറയുന്ന ഏജ്, ഇപ്പോൾ ഇവിടെ ഒരു പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാനിപ്പോൾ ഇങ്ങനെ ചുമ്മാ ഏജ് ഈക്വൽ ടു 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഇതിന് എറർ വരും. കാര്യം എന്താ? ഏജ് എന്ന് പറയുന്നതിൻ്റെ ഡേറ്റ ടൈപ്പ് എന്താണെന്ന് ഞാൻ പറയണം. കാരണം നമ്മളിതിനെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അപ്പെക്സ് എന്ന് പറയുന്നത് ഒരു എന്താണ്, സ്ട്രോങ്ലി കപ്പിൾഡ് ലാംഗ്വേജ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഏജിൻ്റെ ഡേറ്റ ടൈപ്പ് എന്താണെന്ന് ഞാൻ പറയണം. ഇവിടെ ഞാൻ കൊടുത്തേക്കുന്നത് എന്താണ്? ഒരു ഇൻറ്റീജർ വാല്യൂ ആണ്, അല്ലേ? അപ്പോൾ ഏജ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ ഡേറ്റ ടൈപ്പ് എന്താണ്? ഞാൻ ഇൻറ്റീജർ എന്ന് ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇൻറ്റീജർ, ഫൈൻ. അപ്പം ഏജ് എന്ന് പറയുന്ന ഒരു ഇൻറ്റീജർ ഞാൻ ആഡ് ചെയ്തു. അതിൻ്റെ വാല്യൂ എത്രയാണ്? 10. ഇതാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. കണ്ടില്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ അസൈൻമെൻ്റ് ആണ്. അതായത് 10 എന്ന് പറയുന്ന വാല്യൂവിനെ ഞാൻ ഏജ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്തിരിക്കുകയാണ്. ഇനി മുതൽ ഏജിൻ്റെ വാല്യൂ എന്തായിരിക്കും? 10 എന്നായിരിക്കും. കൂൾ. ഇനി ഞാനിവിടെ എന്ത് ചെയ്യാൻ പോവാണ്? ഈ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്ത് നോക്കാൻ പോവാണ്, ടെർണറി ഇഫ് കണ്ടീഷൻ. അപ്പോൾ ഞാൻ അതിന് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കണ്ടീഷൻസ് ആഡ് ചെയ്യണം. കണ്ടീഷൻ എന്ന് പറയുമ്പോൾ എന്താണ് എൻ്റെ കണ്ടീഷൻ? ഞാനിവിടെ പറയുകയാണ് ഇഫ്, അതായത് കണ്ടീഷൻ ഇങ്ങനെയാണ്. ഇപ്പോൾ എൻ്റെ ഏജ് എന്ന് പറയുന്ന ഈ ഒരു വാല്യൂ ഈസ് ഫോർ എക്സാമ്പിൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ കൊടുക്കാം. നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്താ പറയുക, 50. ഓക്കെ, ഇതാണ് എൻ്റെ ഒരു കണ്ടീഷൻ. അതായത് ഏജിൻ്റെ വാല്യൂ 50നേക്കാൾ കൂടുതലാണോ എന്നാണ് ഞാൻ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. അങ്ങനെ ആണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ പറയണം. അങ്ങനെ അല്ല എങ്കിൽ എന്താവണം അതിൻ്റെ വാല്യൂ എന്നുള്ളത് ഞാനിവിടെ പറയണം, അല്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഏജ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50 ആണോ എന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട്. കൂൾ. അപ്പോൾ ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് ആയതുകൊണ്ട് എന്ത് ചെയ്തു? ഞാൻ ഇതിനെ ഒരു ബ്രാക്കറ്റിനകത്ത് ഇട്ടു. ഈസി ആണല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ കണ്ടീഷൻ. ഇത് മൊത്തത്തിലൊരു കണ്ടീഷനാണ്. ഏജ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50. അപ്പം എന്നിട്ട് എന്ത് ചെയ്യണം? ഞാൻ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം, അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. സ്പേസ് ഇടണമെന്നൊന്നുമില്ല കേട്ടോ, കാരണം ഇത് സ്പേസ് അക്സെപ്റ്റ് ചെയ്തോളും, കുഴപ്പമൊന്നുമില്ല. വേണമെങ്കിൽ ഇട്ടാൽ മതി. ഒന്ന് റീഡബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സ്പേസ് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് വാല്യൂ ഉണ്ട്. വാല്യൂ ഇഫ് ട്രൂ, ശരിയാണെങ്കിൽ, അതായത് ഇതാണെങ്കിൽ എന്ത് കാണണം? ഞാൻ പറയാണ് ഏജ് 50നേക്കാൾ കൂടുതലാണെങ്കിൽ, 50 വയസ്സിന് മുകളിലുള്ള ഒരാളാണ് എങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അഡൾട്ട് എന്ന് വിളിക്കും അവരെ, അഡൾട്ട്. ഓക്കെ, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എന്നുള്ളത് എന്താണ്? എൽസ് ആണ്, അല്ലേ? എൽസ് പാർട്ട് ഇവിടെ വരും. അപ്പോൾ അതിനു മുമ്പ് എന്ത് ചെയ്യണം? ഒരു ഫുൾ കോളൻ ആഡ് ചെയ്യണം. അതിനുശേഷം അല്ലെങ്കിൽ എന്ത് വിളിക്കും? അതായത് 50 വയസ്സിന് താഴെയാണെങ്കിൽ ഞാൻ എന്ത് വിളിക്കും? മൈനർ എന്ന് വിളിക്കും. കൂൾ.
ഇപ്പം 50 വയസ്സെന്ന് കൊടുക്കണം, നമുക്കൊരു 18 വയസ്സ് കൊടുക്കാം. അതാണല്ലോ കറക്റ്റ് ഇപ്പം. ഇപ്പം ശരിയായില്ലേ? അപ്പം അത് ഏജ് 18 വയസ്സിന് ഈക്വലോ ഗ്രേറ്ററോ ആണോ നോക്കും. അതായത് 18 വയസ്സിനേക്കാൾ കൂടുതലാണ് എങ്കിൽ അഡൾട്ട് എന്നും അല്ലെങ്കിൽ മൈനർ എന്നും ഞാൻ വിളിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലായി അഡൾട്ട് അല്ലെങ്കിൽ മൈനർ എന്ന് പറയുന്ന വാല്യൂ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യുന്നു, റിട്ടേൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എൻ്റയർ സ്റ്റേറ്റ്മെൻറ്റിനെ ഞാനൊരു പെർട്ടിക്കുലർ വാല്യൂവിലേക്ക് സ്റ്റോർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ റിസൾട്ട് എന്ന് പറയുന്ന ഒരു വേരിയബിളിലോട്ട് ഞാൻ സ്റ്റോർ ചെയ്തു. ഇപ്പോൾ നമ്മൾ നോക്കണം, റിസൾട്ട് എന്ന് ചുമ്മാ എഴുതാൻ പറ്റില്ല, അതിൻ്റെ ഡേറ്റ ടൈപ്പ് എന്താണെന്ന് പറയണം. എന്താണ് ഡേറ്റ ടൈപ്പ്? എന്താണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് റിട്ടേൺ ചെയ്യുന്നത്? ഒന്നെങ്കിൽ അഡൾട്ട് അല്ലെങ്കിൽ മൈനർ. രണ്ടായാലും എന്താണ്, അതൊരു സ്ട്രിങ് വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ റിസൾട്ടിനെ നമുക്ക് സ്ട്രിങ് എന്ന് പറയുന്ന ഒരു വേരിയബിളായിട്ട് ഡിക്ലെയർ ചെയ്യാം. നോക്ക്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് പ്രിൻറ്റ് ചെയ്യാം. പ്രിൻറ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമുക്കറിയാം, സിസ്റ്റം ഡോട്ട് ഡീബഗ് ഓഫ് അല്ലേ? അതിനകത്ത് നമുക്ക് എന്ത് പറയാം, ദ യൂസർ ഈസ് എ എന്ന് പറയാം അല്ലേ? അപ്പോൾ നമുക്ക് ഈ യൂസർ ഈസ് എ എന്ന് പറയണമെങ്കിൽ ഇതൊരു സ്ട്രിങ് വാല്യൂ ആയിട്ട് കാണണം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അതിനെ ഒരു സിംഗിൾ കോട്ടിൽ കൊടുത്തു. അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, എനിക്ക് റിസൾട്ടിൻ്റെ വാല്യൂ കൂടെ ഡിസ്പ്ലേ ചെയ്യണം. സോ പ്ലസ് ദിസ് വൺ, കോമയും കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അതിനുശേഷം ഒരു കുത്തും കോമയും. ഇപ്പോൾ എന്താ സംഭവിച്ചത്, നമുക്കിതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഒരു എറർ വരും. കാര്യം എന്താ, ഇത് ജസ്റ്റ് ഞാൻ കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് കമൻറ്റ് ചെയ്യാം, സോ ദാറ്റ് ഇത് റീഡ് ചെയ്യില്ല, ബാക്കിയുള്ള റീഡ് ചെയ്താൽ മതി. ഞാൻ ഇവിടുന്ന് ലോഗ് ഓപ്പൺ ചെയ്തു. ഇനി നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഡീബഗ് ഓൺലി മാത്രം എടുത്താൽ നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടും. ദി യൂസർ ഈസ് എ മൈനർ എന്നെടുത്തിട്ടുണ്ട്. എന്താ കാരണം, യൂസറിൻ്റെ വാല്യൂ എത്രയാണ്, ഏജ് എത്ര, യൂസറിൻ്റെ ഏജ് 10 ആണ് അല്ലേ? ഒരു സ്പേസ് ഒക്കെ കൊടുക്കാം, കുറച്ച് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നോക്കിക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്താണ്. അപ്പോൾ എ മൈനർ എന്ന് പറയുന്നത് മാറിയിട്ട് മര്യാദയ്ക്ക് എഴുതി കാണിക്കും. എന്താണ്, ദി യൂസർ ഈസ് എ മൈനർ. അപ്പോൾ ഇതാണ് ടെർണറി ഓപ്പറേറ്റർ. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ടൈപ്പ് കാസ്റ്റിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കൊരു പെർട്ടിക്കുലർ വേരിയബിളിൻ്റെ എന്താ പറയുക, ഡേറ്റ ടൈപ്പിനെ നമുക്ക് ചേഞ്ച് ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാ ഡേറ്റ ടൈപ്സിനെയും മറ്റ് ഡേറ്റ ടൈപ്സായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല, അതിൽ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ നമുക്ക് കുറേ എണ്ണത്തിൻ്റെ ഡേറ്റ ടൈപ്പ് എന്ത് ചെയ്യാൻ പറ്റും, ഡ്യൂറിങ് ദ കോഡ് നമുക്കതിനെ ചേഞ്ച് ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാണ് എൻ്റെ സിൻടാക്സ്. അതായത് എന്താണോ നമ്മൾ ടാർഗറ്റ് ടൈപ്പ് ചെയ്യേണ്ടത് അത് കൊടുക്കുക, എന്നിട്ട് നമ്മുടെ എക്സ്പ്രഷൻ പ്രൊവൈഡ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് ടൈപ്പ് കാസ്റ്റിങ്ങിനൊരു എക്സാമ്പിൾ നോക്കാം. അതായത് ഞാനൊരു ഒബ്ജക്റ്റ് വേരിയബിൾ എടുക്കുന്നു, ഒബ്ജക്റ്റ് OBJ എന്ന് പറയുന്ന വേരിയബിൾ എടുക്കുന്നു, അതിൻ്റെ വാല്യൂ എടുക്കുന്നു, ഫോർ എക്സാമ്പിൾ 1 2 3. ഓക്കെ, ഇങ്ങനെ ഒരു വാല്യൂ എടുക്കുന്നു. ഇതിനെ ഞാനിപ്പോൾ ഒരു സ്ട്രിങ് ആയിട്ട് തന്നെ ആഡ് ചെയ്തു, 1 2 3 എന്ന് പറയുന്നത് സ്ട്രിങ് ആയിട്ട്. ഇപ്പോൾ നമുക്കറിയാം, ഇങ്ങനെ ചുമ്മാ 1 2 3 ഇട്ടത് എന്താണ്, ഇൻറ്റീജറാണ്. ഞാനതിനെ ഒരു കോട്ടിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു സ്ട്രിങ് ആയിട്ട് മാറി. ഓക്കെ, പിന്നെ ഡേറ്റ ടൈപ്പ് എന്താണ്, ഇതൊരു ഒബ്ജക്റ്റ് വേരിയബിൾ ആണെന്ന് പറഞ്ഞു. ഞാൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ് കൊടുത്തു. സോ ഒബ്ജക്റ്റ് ഡേറ്റ ടൈപ്പിലുള്ള ഒരു വാല്യൂ ആണ്, എന്താ പറയുക, ഒരു വേരിയബിൾ ആണ് OBJ എന്ന് പറയുന്നത്. അതിൻ്റെ വാല്യൂ 1 2 3 എന്ന് പറയുന്ന വാല്യൂ ആണ്. ഓക്കെ, ഇപ്പം ഞാനിത് എന്ത് ചെയ്യാൻ പോകണം, ഇനി ടൈപ്പ് കാസ്റ്റ് ചെയ്യാൻ പോകണം. ടൈപ്പ് കാസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്, അതായത് നമ്മൾ ഏത് വാല്യൂവിലേക്കാണോ ഇതിനെ ടൈപ്പ് കാസ്റ്റ് ചെയ്യേണ്ടത് അതിവിടെ പ്രൊവൈഡ് ചെയ്യണം. എനിക്ക് ഇതിനെ സ്ട്രിങ് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പിലേക്കാണ് ഇതിനെ കാസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സ്ട്രിങ് എന്ന് എഴുതുക, ആ സ്ട്രിങ്ങിനെ നമ്മൾ, ആ ഡേറ്റ ടൈപ്പിനെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബ്രാക്കറ്റിനകത്ത് ഇടുക. അതിനുശേഷം എന്തിനെയാണോ ടൈപ്പ് കാസ്റ്റ് ചെയ്യേണ്ടത് അതിൻ്റെ വാല്യൂവിനെ നമ്മളിവിടെ ആഡ് ചെയ്യാം. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഈ ഒബ്ജക്റ്റിനെ എന്താക്കുന്നു, സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇവിടെ നമുക്കറിയാം ഇത് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പാണ്, അതിനെ ഞാൻ എന്താക്കുന്നു, സ്ട്രിങ് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ് ആക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. ഇതാണ് ടൈപ്പ് കാസ്റ്റിംഗ്. സംശയം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനൊരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇതും നമുക്ക് റിസൾട്ട് എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡേറ്റ ടൈപ്പ് എന്തായിരിക്കും, നമ്മൾ എന്തിലേക്കാണ് മാറ്റിയത്, സ്ട്രിങ്ങിലേക്കാണ് മാറ്റിയത്. ദാറ്റ്സ് ഇറ്റ്. ഇനി ഇതിനെ ഒന്ന് പ്രിൻ്റ് ചെയ്താലോ, സിസ്റ്റം ഡോട്ട് ഡീബഗ് ഓഫ് എന്നെഴുതിയിട്ട് എന്താ പറയുന്നത്, വാല്യൂ എന്നെഴുതി, അല്ലെങ്കിൽ വാല്യൂ ഈക്വൽ ടു എന്ന് കൊടുക്കൂ. വാല്യൂ ഈക്വൽ ടു എന്തായിരിക്കും, പ്ലസ് എന്താണോ റിസൾട്ടിൻ്റെ വാല്യൂ അത്. ഇതിൽ വാല്യൂവിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. കാര്യം എന്താ, വാല്യൂ സ്ട്രിങ് തന്നെ ആയിരിക്കും. ഇതുണ്ടല്ലോ, നമുക്ക് വാല്യൂ 1 2 3 എന്ന് തന്നെ ആയിരിക്കും, പക്ഷേ എൻ്റെ ഡേറ്റ ടൈപ്പ് മാറിയിട്ടുണ്ടാവും. ഇവിടെ സ്ട്രിങ്, ഇവിടെ നേരത്തെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ ഡേറ്റ ടൈപ്പ് ആണെങ്കിൽ ഇവിടെ അത് സ്ട്രിങ് ആയിട്ട് മാറിയിട്ടുണ്ട്. ലെറ്റ്സ് സീ ദിസ്. നമുക്കിതിനെ ഡീബഗ് കൊടുക്കാം. കണ്ടോ, വാല്യൂ ഈക്വൽ ടു 1 2 3. ദാറ്റ്സ് ഫൈൻ, അത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, 1 2 3 എന്ന് പറയുന്നത് നേരത്തെ ഒബ്ജക്റ്റ് ഡേറ്റ ടൈപ്പ് ആണെങ്കിൽ ഇപ്പോൾ അത് സ്ട്രിങ് ഡേറ്റ ടൈപ്പ് ആയിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അപ്പെക്സിനകത്ത് മെയിൻലി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ്.
അടുത്തതായിട്ട് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. സോ അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.